ഹായ് ബൈ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ് ബൈ താരോസ്. രാവിലെ തന്നെ കുറച്ച് നാളത്തെ മഴയ്ക്കൊക്കെ ശേഷം ഒത്തിരി നാൾ കാത്തിരുന്ന ഒരു ഡേ ആണ് കേട്ടോ. നല്ല വെയിലൊക്കെ ഉള്ളൊരു ഡേ. രാവിലെ എണീറ്റപ്പോൾ തന്നെ വിചാരിച്ചു എന്തായാലും ഒന്ന് വീട്ടിലേക്ക് പോകുമെന്ന് വീട്ടിലൊക്കെ പോയി നിന്നിട്ട് ഇപ്പോൾ ഒത്തിരി നാളായി. അപ്പോൾ അമ്മ എപ്പോഴും വിളിക്കാറുണ്ട്, വാ വന്ന് 2 ദിവസം നിന്നിട്ട് പോകുമെന്ന്. തേജുവിന് 22 സ്കൂൾ ഓപ്പണിങ്. അപ്പോൾ തേജുവിന് സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതേപോലെ പോയി നിൽക്കാനൊന്നും പറ്റത്തില്ല. അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായി പോയത്. അപ്പോൾ എന്തായാലും അത് നമുക്ക് ഉപകാരപ്രദമായി. അങ്ങനെ രാവിലെ തന്നെ കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ കാറിൽ പറക്കിയിട്ട് ഞാനും തേജുവും കൂടെ യാത്ര തിരിച്ച്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ യാത്രയുണ്ട് എൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും ഞാനായതുകൊണ്ട് ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു 35-40 മിനിറ്റ്സ് എടുത്തു അങ്ങ് എത്താൻ. ഞാൻ പറയാതെ പോയത്. അപ്പോൾ അമ്മയും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല ഞാൻ എത്തുമെന്നുള്ളത്. അപ്പോൾ ഞാൻ പോയപ്പോഴത്തേക്കും അമ്മയെന്ന് വിളിച്ചതും അമ്മ അതാ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ അമ്മ ചെന്നുകൊണ്ട് എനിക്കൊരു ചായ ഇട്ട് തന്നു. അപ്പോൾ ആ ചായയും കുടിച്ചിട്ട് എന്തായാലും അടുത്ത പണിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ച് ആ ചായ ഞാനങ്ങ് കുടിച്ചു. പൊതുവേ എനിക്ക് അത്ര ചായ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ വന്നാൽ എന്തോ എനിക്ക് ചായ എന്തായാലും കുടിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ തേജുവിന് ഞാൻ ബ്രഷും കൊടുത്ത് ബ്രഷ് ചെയ്യാനായിട്ട് ഇരുത്തി അവനെ മേലും കഴുകിച്ചെടുത്ത് അടുത്ത് അവൻ്റെ കാര്യങ്ങളിലൊക്കെ കിടക്കാൻ തുടങ്ങി. മേല് കഴിച്ച് വിട്ടതും അവൻ ദേ ഒരൊറ്റ ഓട്ടം. പിന്നെ അവൻ്റെ പുറകെ പോയി പിന്നെ അവൻ എന്നെ വിളിക്കാൻ, അമ്മ ഡ്രസ്സ് ഇട്ടതാ, അമ്മ വരുമെന്ന്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടുത്ത് ഞാൻ തേജുവിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ തേജുവിന് നല്ലൊരു നെയ് റോസ്റ്റും ഉണ്ടാക്കി പുഴുങ്ങിയ എഗ്ഗും കൊടുത്തപ്പോഴത്തേക്കും അവന് ഹാപ്പിയായി. അങ്ങനെ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാനും കുറച്ച് ചൂടുവെള്ളം കുടിച്ച് അങ്ങനെ അമ്മയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഞാനും വന്നിട്ട് ഒന്ന് മേലൊക്കെ കഴുകി റെഡിയായിരുന്നു. അങ്ങനെ അമ്മ തന്ന ചൂടുവെള്ളം കുടിച്ച് അമ്മയോട് കാര്യവും പറഞ്ഞിരിക്കുകയാണ്. ആ വീട്ടിൽ വന്നാൽ പിന്നെ എൻ്റെ ഒരു നേരം മിണ്ടാതിരിക്കത്തില്ല. എന്തേലും അമ്മയോട് സംസാരിച്ച് എപ്പോഴും അമ്മയുടെ പുറകെ അങ്ങനെ നടക്കും. അതാണ് എൻ്റെ ഹോബി. അങ്ങനെ ഞാൻ ചെറിയ ചൂടുവെള്ളവും കുടിച്ചിട്ട് ഞാനും ബ്രഷ് ചെയ്യാനായിട്ട് ഇറങ്ങി. ബ്രഷും ചെയ്ത് ഒന്ന് ഫേസ് വാഷും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സുഖം തന്നെയാണ് രാവിലെ. അപ്പം രാവിലെ വെയിൽ കൂടെ ആയതുകൊണ്ട് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ജോലിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ പുട്ടും പഴയമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. സോ ഞാൻ വരണമെന്ന് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അമ്മ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ ഞാനും ആ പുട്ടും പഴവും തന്നെ ഞാനും കഴിച്ച്. കുറച്ച് നാളായി ഇതുപോലെ പുട്ടും പഴമൊക്കെ കഴിച്ചിട്ട്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നന്നായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ കുറച്ച് എനർജിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്തിന് ഇന്ന് ഒത്തിരി ജോലികളൊക്കെ ഉണ്ട് ഇവിടെ ബാക്കി. എനിക്ക് ഒത്തിരി തുണി വാഷിങ്ങൊക്കെ ഉണ്ട്, ബെഡ്ഷീറ്റുകളും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുവന്നായിരുന്നു എനിക്ക് വാഷിങ്ങിന് വേണ്ടിയിട്ട്. കാരണം 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ. അപ്പം അവിടെ ഉണ്ടായിരുന്ന വാഷ് ചെയ്യാൻ ഇട്ടിരുന്ന കുറച്ച് ഡ്രസ്സുകൾ ഞാനിങ്ങനെ എടുത്തിട്ട് വന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് വാഷ് ചെയ്ത് കൊണ്ടുപോകാമല്ലോ. അങ്ങനെ ഞാനിതാ ബക്കറ്റുമായിട്ട് ടെറസിലേക്ക് പോവുകയാണ്. അതാ എൻ്റെ പുറകെ നിന്ന് ഉഷയെന്ന് പറഞ്ഞ് പോകുന്നത് പോലെ തേജുവും പുറകെ ഉണ്ട്. ഞാൻ എവിടെ പോയാലും എൻ്റെ പുറകെ തേജുവും കാണും, പ്രത്യേകിച്ച് ടെറസിലേക്ക് പോയാൽ. എൻ്റെ വീട്ടിൽ വന്ന പിന്നെ ടെറസിൽ കളിക്കാൻ തേജുവിൻ്റെ വലിയൊരു ഹോബിയാണ്. തേജുവിന് ടെറസിൽ കയറിയ പിന്നെ അവിടെ ഇതെടുത്ത് മറ്റേതെടുത്ത്, കാരണം ഒത്തിരി ഗാർബേജസ് ഞങ്ങളവിടെ ടെറസിൽ വെച്ചിട്ടുണ്ട്. സോ അതൊക്കെ എടുത്ത് വലിച്ച് കളിക്കുകയാണ് അവൻ്റെ ഹോബി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്ന തുണികളെല്ലാം അതിലേക്ക് ഇട്ട് ഞാൻ ടെറസിൽ വന്ന് എന്ത് ചെയ്താലും എൻ്റെ 2 കണ്ണുകളും തേജുവിലായിരിക്കും. കാരണം നമ്മുടെ സൺഷെയ്ഡിന് തൊട്ട് താഴെയാണ് നമ്മുടെ കിണറുള്ളത്. അപ്പം എനിക്ക് നല്ല പേടിയുണ്ട്. ഇവൻ എപ്പോഴും ആ മുകളിലൊക്കെ വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോ ഞാൻ എപ്പോഴും ഇവനെ ശ്രദ്ധിച്ചാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ ഒരു കണ്ണ് തേജുവിലും ഇട്ട് ഒരു കണ്ണ് വാഷിംഗ് മെഷീനിലും ഇട്ട് ഞാനിതാ കൊണ്ടുവന്ന തുണികളെല്ലാം വാഷിംഗ് മെഷീനിലേക്കാക്കി. പൊതുവേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ അധികം ജോലിയൊന്നും ചെയ്യാറില്ല. നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. നമ്മുടെ സ്വന്തം വീട്ടിൽ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ റെസ്റ്റ് എടുക്കാനെന്ന് വേണമെങ്കിൽ പറയാം. റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്നത് പോലെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയായിരിക്കും. നമ്മുടെ സ്വന്തം വീട്ടിൽ വന്നാൽ പിന്നെ നമുക്കങ്ങനെ ജോലികളൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ തോന്നത്തില്ല. കാരണം നമ്മളെ അമ്മയുണ്ടല്ലോ അവിടെ. അങ്ങനെ സോ ഞാനും അതുപോലെ തന്നെയാണ്. നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. വീട്ടിൽ വന്നാൽ ഒട്ടും ജോലി ചെയ്യാൻ തോന്നത്തില്ല. അതാ സത്യം. എന്തേലും ചെയ്ത് അങ്ങനെ ഇരിക്കാനേ തോന്നത്തുള്ളൂ. പിന്നെ കുഞ്ഞുള്ളത് കൊണ്ട് എന്തായാലും ഇരിക്കുക എന്നുള്ളൊരു പരിപാടി അവിടെ ഇല്ല. സോ ഞാനിതാ ഇവിടെ എല്ലാം ലിക്വിഡ് ഒഴിക്കുകയാണ്. എൻ്റെ പുറകെ കാണുന്നത് ഒരു ക്യാറ്റിൻ്റെ കൂടാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ പണ്ട് പേർഷ്യൻ ക്യാറ്റ് ഉണ്ടായിരുന്നു. സോ ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷമാണ് ഞങ്ങൾ ആ ക്യാറ്റിനെ കൊടുത്തത്. കാരണം രോമമൊക്കെ പൊഴിയുന്നത് കൊണ്ട് ഞങ്ങളതിനെ കൊടുത്തതാണ്. ഞങ്ങൾ ജാസു എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ ജാസു നല്ലൊരു സുന്ദരി കുട്ടിയായിരുന്നു. പേർഷ്യൻ ക്യാറ്റാണ് അവൾ. അപ്പോൾ ആ കൂട് ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ഇപ്പം കുറേ വേസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ വച്ചേക്കുവാണ്.
എപ്പോഴെങ്കിലും അതുപോലൊരു കേറ്റിനെ വീണ്ടും മേടിച്ച് വളർത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇവിടെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലായാലും വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം എൻ്റെ തേജുവിന് ഭയങ്കര ഇഷ്ടമാണ് ക്യാറ്റായാലും അവന് ഇത്തരത്തിലുള്ള പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ എന്തായാലും അടുത്ത് വിടാനൊരു പേടി, അതുകൊണ്ടാണ് അങ്ങനെ അതിനെക്കുറിച്ച് മുന്നോട്ടൊന്നും അങ്ങനെ ചിന്തിക്കാത്തത്. അപ്പോൾ ഞാനിത് വാഷിംഗ് മെഷീനിലെല്ലാം ഓൺ ചെയ്യും. സത്യം പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് പോലും വേണ്ടാത്തൊരു ജോലിയാണ് വന്ന് വാഷിംഗ് മെഷീൻ ഓൺ ചെയ്ത് ഡ്രസ്സ് ഇട്ട് പോകുക എന്നുള്ളത്. പക്ഷേ തേജ് കൂടെ എൻ്റെ കൂടെ കയറി വന്നതുകൊണ്ട് എനിക്കിത് 5 മിനിറ്റ് എന്നല്ല 10 മിനിറ്റ് 15 മിനിറ്റും ആവും ചില ദിവസങ്ങളിൽ. കാരണം എന്തെങ്കിലും ചെയ്തിട്ട് നിൽക്കുമ്പോഴായിരിക്കും അവൻ്റെ വിളി അവിടെ നിന്ന് വരുന്നത്. പിന്നെ ഓടിച്ചെന്ന് നോക്കും അവൻ എന്താ അവിടെ ഒപ്പിച്ച് വെച്ചേക്കുന്നതെന്ന്. ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന മെഷീനിൽ കയറി നിൽക്കുവാണ്, സൈക്ലിംഗ് ചെയ്യുന്ന മെഷീനാണ് അത്. സോ അതിലിരുന്ന് എപ്പോഴും കളിക്കും, അതിൽ കയറി നിന്ന് കളിക്കുന്നു. കുഞ്ഞിലേ കളിക്കുമായിരുന്നു, ഇപ്പോഴത്തേക്കും ഇപ്പം ഇങ്ങോട്ടൊക്കെ വന്നിട്ടൊക്കെ കുറച്ച് ദിവസമായി. സോ അത് കണ്ടപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ പുറത്തുനിന്ന് പിന്നെ ഇറങ്ങത്തില്ല. അവനും അങ്ങനെ കയറിയിരിക്കണം, അവൻ്റെ ഹൈറ്റ് വെച്ചിട്ട് അവനത് ചവിട്ടാനും പറ്റത്തില്ല. സോ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാനാണ് അവനീ കാണിക്കുന്നത്. അവിടെ നിന്ന് താഴെ വന്നത് ഞാൻ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ പറമ്പിലെ തന്നെ മാങ്ങ തന്നെയാണ്. അപ്പോൾ അമ്മ ഇത് ഒന്ന് പഴുപ്പിക്കാനായിട്ട് വച്ചിട്ട് പോയതാണ്. അപ്പോൾ 2-3 എണ്ണമൊക്കെ പഴുത്തിരിക്കുന്ന കണ്ടപ്പോൾ ഞാനതങ്ങ് എടുത്തിട്ട് വന്നു. കാരണം ഇനി തിരിച്ച് പോയാൽ പിന്നെ അതൊന്നും കിട്ടത്തില്ല, ചീത്തയായി പോകും. അപ്പോൾ തേജു ഭയങ്കര ഒരു വലിയ മാംഗോ ലവറാണ്. സോ അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തിട്ട് വന്നത്. അവന് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി അത് വെച്ചിട്ട് കുറച്ച് സമയം അവൻ കഴിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോളൂ. സോ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മുകളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ചെറിയൊരു തലവേദന. അങ്ങനെ അമ്മ എനിക്കൊരു ചായ ഇട്ട് തന്നു. വീണ്ടും ഒരു ചായ കുടിക്കുകയാണ്. ആ ചായയും കുടിച്ചിട്ട് തേജു കാർട്ടൂൺ കാണും അവിടെ ഇരുന്ന്. അപ്പോഴത്തേക്കും ആ കാർട്ടൂണും കണ്ടുകൊണ്ട് ഞാനും ഇവിടെ ഇരുന്ന് ചായ കുടിക്കുക. കുഞ്ഞിലെ ഞങ്ങളിതുപോലൊന്നും കാർട്ടൂണൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ തേജു കാണാൻ തുടങ്ങിയ ശേഷം ഞാനും ഇരുന്ന് കാർട്ടൂൺ കാണാറുണ്ട്. എനിക്കും ഇതൊക്കെ കാണാൻ ഇപ്പോൾ വലിയ ഇഷ്ടമാണ്. സോ ഞങ്ങളെല്ലാവരും കാർട്ടൂൺ കാണാറുണ്ട്. വീട്ടിലെല്ലാവർക്കും ഇപ്പോൾ കാർട്ടൂൺ ഇഷ്ടമാണ്. കാരണം തേജു ഉള്ളതുകൊണ്ട് അത് വെച്ചല്ലേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ തേജും അത് ഇങ്ങനെ മാംഗോ ആസ്വദിച്ച് കഴിക്കുകയാണ്. പിന്നെ വീണ്ടും ഞാനും അമ്മയും കൂടെ വീണ്ടും കാര്യം പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് തേജു പറഞ്ഞത് അമ്മ കോഴിക്ക് ഫുഡ് കൊടുക്കണമെന്ന്. അങ്ങനെ തേജുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ കോഴികൾ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കോഴികളൊന്നുമില്ല. അപ്പോൾ അമ്മ ഇവിടെ തേജു കുഞ്ഞിലേ ഇവിടെ നിന്ന സമയത്ത് അവൻ്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും. സോ അവർക്ക് ഫുഡ് കൊടുക്കാൻ തേജുവിന് വലിയ ഇഷ്ടമാണ്. ഫുഡ് കൊടുക്കാൻ അവരോട് സംസാരിച്ചാൽ ഈ ഫുഡ് കൊടുക്കുന്നത്. വായോ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ചാൽ ഫുഡ് കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് പറയുക അമ്മ ലുക്ക്. സോ തേജു വളരെയധികം എൻജോയ് ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കും ഇഷ്ടമാണ് തേജു ഇങ്ങനെയൊക്കെ പെറ്റ്സിനെയൊക്കെ സ്നേഹിക്കുന്നത്. എനിക്കും വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അവിടെ നിന്ന് കൊടുത്തു വീണ്ടും അവനിതാ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവുകയാണ്. ഇപ്പം അവനെ കണ്ടതും കോഴികളെല്ലാവരും കൂടെ ഒരു ഒറ്റ ഓട്ടം. പിന്നെ അവനെന്ന് വെച്ചാൽ അതിനെ തൊടണം, പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇറങ്ങി അടുത്തടുത്തേക്ക് പോകുന്നത്. കോഴികൾക്കാണെങ്കിൽ ഇത് പിന്നെ ഭയങ്കര പേടിയാണ്. സോ അവരാരും അടുത്തോട്ട് വരത്തില്ല. അപ്പോൾ കണ്ടിട്ട് കുറച്ച് നാളൂടെ ആയില്ലേ, അങ്ങനെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്ന് നോക്കിയപ്പോഴത്തേക്കും ഡ്രസ്സെല്ലാം വാഷായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം എടുത്ത് വിരിച്ചതിന് ശേഷം താഴെ വന്നതും തേജു കളിച്ചുകൊണ്ടിരിക്കുന്നു. മൊത്തം ടോയ്സും അവിടെ വാരി വെതറി ഇട്ടിട്ടുണ്ട്. അവന് വേണ്ടിയിട്ടൊരു ഒരു ടോയ് ബോക്സ് നിറയെ ടോയ്സുമായിട്ട് ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വരുമ്പോഴത്തേക്കും അവന് കളിക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ അവന് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ അതും കളിച്ചിട്ട് അവനതാ പുറത്ത് അപ്പൂപ്പൻ്റെ കൂടെ പോയി പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരുമായത്. അപ്പം കുറച്ച് സമയം പോയി നടന്നിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പുറത്തൊക്കെ ഇറങ്ങാനും നടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് തേജുവിന്. അതെല്ലാം കഴിഞ്ഞ് എല്ലാ യുദ്ധവും അവസാനിച്ചത് രാത്രി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് വന്ന് സ്മൈൽ ചെയ്യുകയാണ് കേട്ടോ. വീഡിയോയിൽ അവൻ ഫോട്ടോ എടുക്കുന്നതെന്നാണ് വിചാരിച്ചത്. ഉറങ്ങാൻ അവന് ഒട്ടും താല്പര്യമില്ല. മണി 11:30 ഇപ്പോഴും ബോൾ കളിച്ച് അങ്ങനെ നടക്കുക. തറയിൽ ബോൾ കളിക്കാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് വഴക്കും വാങ്ങിയിട്ട് എന്നാലും അവൻ ബെഡിലെ ബോൾ കളിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.